ചാണകവും കൊണ്ട് താജ്മഹൽ ശുദ്ധീകരിക്കാൻ ഒരാളെത്തി. താജ്മഹൽ ക്ഷേത്രമാണെന്നാണ് വാദം. ഇനി അതിനും മജിസ്ട്രേറ്റ് കോടതിയിലും മുനിസിപ്പൽ കോടതിയിലുമൊക്കെ കേസ് കൊടുത്താൽ അത് ഫയലിൽ സ്വീകരിക്കും, കമ്മീഷനെ വെക്കും, പരിശോധിക്കും. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഏതാണ്ട് 30ഓളം മുൻ മജിസ്ട്രേറ്റുമാരാണത്രേ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. എന്ന് മാത്രമല്ല, സാക്ഷാൽ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ച് പൂജ നടത്തി ഭാര്യ മണിയടിക്കുന്ന കാലത്ത് അതിലൊരു പുതുമയുമില്ല. പക്ഷേ എനിക്കതിനെക്കുറിച്ചുള്ള പ്രതികരണം പെട്ടെന്ന് തോന്നിയത് ഈ പോസ്റ്റിൽ കമൻ്റ് ഇട്ട വിഷ്ണുദാസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ എഴുതിയ കമൻ്റാണ്. ആ കമൻറ്റ് ഞാൻ തൽക്കാലം ഇങ്ങനെ വായിക്കാൻ നിർവാഹമുള്ളൂ. ഈ മയിലുകളെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ, നിങ്ങൾ തിരുത്തി വായിച്ചോളൂ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. താജ്മഹൽ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അത് നിർമ്മിച്ചിട്ടുള്ളത് ചരിത്രാതീത കാലഘട്ടത്തൊന്നുമല്ല, ചരിത്രമുള്ള കാലഘട്ടത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് നിർമ്മിച്ചതെന്നും അതിൻ്റെ പശ്ചാത്തലവുമൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ലോകത്തിൻ്റെ ടൂറിസം ഭൂപടത്തിലും ഹെറിറ്റേജ് ഭൂപടത്തിലുമൊക്കെ സ്ഥാനം പിടിച്ചിട്ടുള്ള സംഗതിയൊക്കെയാണ്. അവിടെയാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ കൺവീനർ ഗോപാൽ ചാഹർ ചാണകവും ഗംഗാജലവുമായി എത്തിയത്. എന്തിനാണെന്ന് വെച്ചാൽ താജ്മഹൽ ഒരു ക്ഷേത്രമാണ്, അതിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ് എൻ്റെ അളിയൻ വന്നത്. അളിയൻ വരുന്നത് ഈ പറയുന്നത് പോലെ നിസ്സാരമായിട്ടുള്ള സംഗതിയിലൊന്നുമല്ല. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അളിയൻ ആദ്യം അവിടെ എത്തി നിർവഹിച്ചത് അതിൻ്റെ പരിസരത്ത് മൂത്രം ഒഴിക്കുകയായിരുന്നു. അപ്പോൾ ആ പോലീസുകാർ അത്ര ശ്രദ്ധയിൽപ്പെട്ടില്ല. ഒരാൾ വന്ന് നിന്ന് മൂത്രം ഒഴിക്കുന്ന കണ്ടാണ് അന്വേഷിച്ചത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരൊക്കെ ആദ്യം നിന്ദിക്കുന്നത് ഈ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ വന്ന് മൂത്രം ഒഴിച്ചത് കണ്ടാണ് പോലീസുകാർ അടുത്ത് കൂടിയപ്പോൾ അളിയൻ്റെ കയ്യിലൊരു കുടമുണ്ട്. കുടത്തിൽ ചാണകവും ഗംഗാജലവുമുണ്ട്. ഇത് ശരിയാക്കാൻ വന്നതാണ്. നമുക്കിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിരിയാണ് വരുന്നതെങ്കിലും ഇതൊന്നും കേട്ട് ചിരിക്കേണ്ടതില്ല. എന്തിനാണ് ഇയാൾ വന്നതെന്നും എന്തിനാണിത് വിട്ടതെന്നും എന്തായിരിക്കും ഇതിനി അതിൻ്റെ കടുത്ത ഘട്ടമെന്നും ഒക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇതുപോലെയുള്ള ഒരുപാട് സംഗതികൾ കാണുന്നത് കൊണ്ട് ഇതിലൊന്നും വലിയ പുതുമയില്ല. പക്ഷേ പുതുമയില്ലെന്ന് കരുതി നമുക്കങ്ങനെ പറഞ്ഞ് അവഗണിക്കാനുമാവില്ല. ചിലപ്പോൾ അടുത്ത രാജ്യസഭാ മെമ്പറോ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയോ ഒക്കെ ആയിരിക്കും ഈ വരുന്ന ഗോപാൽ ചാഹർ എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് എന്തായിരിക്കും ഇതിൽ സംഭവിക്കുക എന്ന് കാത്തിരിക്കാം. പക്ഷേ പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ ഈ പറയുന്ന വിലക്കയറ്റത്തിൻ്റെ കാലത്ത്, ഈ പ്രതിസന്ധികളുടെ കാലത്ത്, പ്രയാസങ്ങളുടെ കാലത്തൊക്കെ പെട്ടെന്ന് തോന്നുന്നത് നമ്മുടെ വിഷ്ണുദാസ് പറഞ്ഞതുപോലെ ഇത്തരം മയിലുകളെ കൊണ്ട് നമ്മൾ തോറ്റല്ലോ എന്നൊരു ചിന്തയാണ് മനസ്സിൽ പെട്ടെന്ന് എല്ലാവർക്കും വന്നു പോകുന്നത്. ഏതായാലും കാത്തിരിക്കാം, കാണാം.